ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഒന്നുകിൽ നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽസ് വർദ്ധിപ്പിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യും. ബ്രെഡ്, പാസ്ട്രീസ്, ഡയറി പ്രൊഡക്ട്സ്, മധുരപലഹാരങ്ങൾ എന്നിവയുടെയെല്ലാം ഉയർന്ന ഉപഭോഗം വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളും കടും പച്ച പച്ചക്കറികളും താരതമ്യേന കുറഞ്ഞ ടെസ്റ്റോസ്റ്റിറോൺ അളവ് സ്വയം പ്രവചിക്കുമെന്നാണ് ഗവേഷണങ്ങൾ കാണിക്കുന്നത്. ഉയർന്ന കൃത്യത ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഉയർന്ന ടെസ്റ്റോസ്റ്റിറോൺ അളവ് പേശികളുടെ പിണ്ഡവും ശക്തിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇത് നിങ്ങളുടെ മാനസികാവസ്ഥ വർദ്ധിപ്പിക്കാനും സഹായിക്കും. കൂടാതെ ഇത് നിങ്ങളുടെ ലിബിഡോ മെച്ചപ്പെടുത്തുകയും ചെയ്യും. അതേസമയം കുറഞ്ഞ ടെസ്റ്റോസ്റ്റിറോൺ പേശികളുടെ പിണ്ഡം നഷ്ടപ്പെടുന്നതിനും ശരീരത്തിലെ കൊഴുപ്പ് ശേഖരിക്കാനും ഇടയാകും. മാത്രമല്ല, കുറഞ്ഞ സെക്സ് ഡ്രൈവും വിഷാദത്തിനും കാരണമാകുമെന്നതിനാൽ നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ അളവ് വർദ്ധിപ്പിക്കാൻ സ്വാഭാവികമായും സഹായിക്കുന്ന 12 ഭക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്പർ 1, ഓയിസ്റ്റേഴ്സ്. ഓയിസ്റ്ററിൽ വളരെ ഉയർന്ന സിങ്ക് അടങ്ങിയിട്ടുണ്ട്. ഇത് ടെസ്റ്റോസ്റ്റിറോൺ ഉൽപാദനത്തിന് ആവശ്യമായ ഒരു ധാതുവാണ്. തീവ്രമായ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും അമിതമായി വിയർക്കുന്നവരുമായ ആളുകൾക്ക് സിങ്കിന്റെ കുറവുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ കൂടുതൽ വിയർക്കുമ്പോൾ ദ്രാവകങ്ങൾ നഷ്ടപ്പെടുക മാത്രമല്ല, സിങ്ക് ഉൾപ്പെടെയുള്ള ആവശ്യ ഇലക്ട്രോലൈറ്റുകളും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്. കാലക്രമേണ വിയർപ്പിലൂടെ സിങ്ക് നഷ്ടപ്പെടും. പ്രത്യേകിച്ച് എൻഡുറൻസ് സ്പോർട്സിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ തീവ്രമായ പരിശീലന സെഷനുകൾക്ക് വിധേയരാകുന്നവർക്കോ ശാരീരികമായി അധ്വാനം ആവശ്യമുള്ള ജോലിയുള്ളവർക്കോ ശരാശരിയേക്കാൾ ഉയർന്ന വിയർപ്പ് നിരക്കുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം സിങ്ക് കുറയാൻ ഇടയാക്കും. ഈ കുറവ് നിങ്ങളുടെ റീകവറി, ഇമ്മ്യൂൺ സിസ്റ്റം എന്നിവയെ പ്രതികൂലമായി ബാധിക്കും. ഇത് നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവിനെ ബാധിക്കുകയും ചെയ്യും. നിങ്ങൾ വളരെയധികം വിയർത്താൽ ഓയിസ്റ്റർ കഴിക്കുകയോ സിങ്ക് സപ്ലിമെന്റ് എടുക്കുകയോ ചെയ്യുന്നത് ശരിക്കും സഹായിക്കും. ഓയിസ്റ്ററിൽ വിറ്റമിൻ ഡിയും അടങ്ങിയിട്ടുണ്ട്. ഇത് ടെസ്റ്റോസ്റ്റിറോൺ ഉൽപാദനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കൂടാതെ ശരീരത്തിനുള്ളിൽ ഹോർമോൺ റിലീസിംഗ് സിഗ്നലുകൾ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന അമിനോ ആസിഡുകളും ഇതിലുണ്ട്. ഒരേ ഒരു പോരായ്മ, ഓയിസ്റ്റർ പാചകം ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ വീട്ടിൽ ദുർഗന്ധമുണ്ടാകുകയും ചെയ്യും. ടിന്നിലടച്ച ഓയിസ്റ്റർ നേടുക എന്നതാണ് മറ്റൊരു ഓപ്ഷൻ. ഇത് നിങ്ങൾക്ക് സിങ്ക് പോലുള്ള പോഷകങ്ങളുടെ ആവശ്യമായ അളവ് നൽകും. നമ്പർ 2, ഗാർലിക്. ടെസ്റ്റോസ്റ്റിറോൺ നിലയും മൊത്തത്തിലുള്ള ഹോർമോൺ ആരോഗ്യവും നൽകാൻ സഹായിക്കുന്ന മറ്റൊരു ഭക്ഷണമാണ് വെളുത്തുള്ളി. വെളുത്തുള്ളിക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. ഉദാഹരണത്തിന്, വെളുത്തുള്ളി എൻഡോതെലിയൽ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. എൻഡോതെലിയൽ പ്രവർത്തനം പ്രധാനമായും നിങ്ങളുടെ രക്തക്കുഴലുകളുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു. ശരിയായ രക്തപ്രവാഹത്തിന് ആരോഗ്യകരമായ രക്തക്കുഴലുകൾ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ മെച്ചപ്പെട്ട രക്തയോട്ടം ടെസ്റ്റോസ്റ്റിറോൺ ഉൽപാദനത്തിനും മൊത്തത്തിലുള്ള ലൈംഗികാരോഗ്യത്തിനും ഗുണം ചെയ്യും. ഹോർമോൺ ഉൽപാദനത്തിൽ ഏർപ്പെടുന്ന കോശങ്ങളെ ഓക്സിഡേറ്റീവ് നാശത്തിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്ന ധാരാളം ആന്റി ഓക്സിഡന്റുകൾ വെളുത്തുള്ളിയിലുണ്ട്. കൂടാതെ വെളുത്തുള്ളിയിൽ അലിസിൻ പോലെയുള്ള സംയുക്തങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇത് കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കാനും ടെസ്റ്റോസ്റ്റിറോണുമായുള്ള സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട ഇടപെടൽ കുറയ്ക്കാനും സഹായിക്കും. മാത്രമല്ല, വെളുത്തുള്ളിക്ക് ധാരാളം ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. ഇത് വിട്ടുമാറാത്ത വീക്കം കുറയ്ക്കുന്നതിലൂടെ ആരോഗ്യകരമായ ഹോർമോൺ ലഭ്യമാക്കും. ദിവസവും 2-3 പച്ച വെളുത്തുള്ളി കഴിക്കുന്നത് മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ടെസ്റ്റോസ്റ്റിറോണിനും ഗുണം ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളി സപ്ലിമെന്റ് എടുക്കാവുന്നതാണ്. അവയിൽ പലതും പതിവായി വെളുത്തുള്ളി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുർഗന്ധം ഒഴിവാക്കുവാനും സഹായിക്കും. നമ്പർ 3, പോമഗ്രനേറ്റ്. അടുത്തത് മാതള നാരകമാണ്. നൈട്രിക് ഓക്സൈഡ് ഉൽപാദനം ഉത്തേജിപ്പിക്കുകയും രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന മാതള നാരങ്ങയ്ക്ക് ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിപ്പിക്കാനും കഴിയും. ഇത് ലൈംഗിക പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുകയും ആരോഗ്യകരമായ ടെസ്റ്റോസ്റ്റിറോൺ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തെ ചെറുക്കാൻ കഴിയുന്ന പോളിഫെനോളുകളും ഫ്ലൈനോഡുകളും നിറഞ്ഞ മാതള നാരകങ്ങൾ പുരുഷന്മാരിലെ ടെസ്റ്റോസ്റ്റിറോണിന്റെയോ ആൻഡ്രോജന്റെയോ പ്രാഥമിക ഉറവിടമായ ലെയ്ഡിക് സെല്ലുകളെ സംരക്ഷിക്കുകയും ചെയ്യും. മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും ഇപ്പോൾ ശീതീകരിച്ച മാതള നാരങ്ങ സീഡുകൾ കിട്ടും. അവ നല്ല പോഷക ഗുണമുള്ളതാണ്. നമ്പർ 4, ജിഞ്ചർ. ശക്തമായ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള ജിഞ്ചറോൾ പോലെയുള്ള ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ ഇഞ്ചിയിൽ അടങ്ങിയിട്ടുണ്ട്. വീക്കം കുറയ്ക്കുന്നതിലൂടെ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപാദനത്തിന് കൂടുതൽ അനുകൂലമായ ഹോർമോൺ അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കാൻ ഇഞ്ചി സഹായിക്കും. പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണായ ലൂട്ടിനൈസിംഗ് ഹോർമോണിന്റെ ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കാൻ ഇഞ്ചി സത്തിന് കഴിയുമെന്ന് മൃഗങ്ങളിലെ ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ മനുഷ്യ പഠനങ്ങൾ പരിമിതമാണ്. എന്നാൽ ലൂട്ടിനൈസിംഗ് ഹോർമോണിലെ ഈ പ്രഭാവം ടെസ്റ്റോസ്റ്റിറോൺ ഉൽപാദനത്തെ നേരിട്ട് ബാധിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. മെച്ചപ്പെട്ട ശുക്ലഗുണ നിലവാരവും ചലനശേഷിയും ഇഞ്ചിക്ക് നൽകാനാകും.
ഇത് ടെസ്റ്റോസ്റ്റിറോണിന്റെ നേരിട്ടുള്ള ഉത്തേജനമല്ല, എന്നാൽ മൊത്തത്തിലുള്ള പുരുഷ പ്രത്യുൽപാദന ആരോഗ്യത്തിന് ഇത് ഗുണം ചെയ്യും. നമ്പർ 5, ഫാറ്റി ഫിഷ്. സാൽമൺ, അയല, മത്തി തുടങ്ങിയ കൊഴുപ്പുള്ള മത്സ്യങ്ങളാണ് ടെസ്റ്റോസ്റ്റിറോൺ നിലയ്ക്കുള്ള മറ്റൊരു മികച്ച ഭക്ഷണം. ഈ മത്സ്യങ്ങൾ അവയുടെ പോഷകാംശം കാരണം ടെസ്റ്റോസ്റ്റിറോൺ അളവ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. അവയിൽ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. അവ ഹോർമോൺ നിയന്ത്രണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. വിട്ടുമാറാത്ത വീക്കം കുറയ്ക്കാനും അവ സഹായിക്കും. അത് നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോൺ ബാലൻസ് മെച്ചപ്പെടുത്തും. അതിലുപരിയായി കൊഴുപ്പുള്ള മത്സ്യം കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്ന പലപ്പോഴും ദോഷകരവും എന്നാൽ അത്യാവശ്യവുമായ സംയുക്തം നൽകുന്നുണ്ട്. ടെസ്റ്റോസ്റ്റിറോൺ ഉൽപാദനത്തിന്റെ പ്രീകഴ്സറാണ് കൊളസ്ട്രോൾ. ഒമേഗ 3, കൊളസ്ട്രോൾ എന്നിവ കൂടാതെ ഫാറ്റി ഫിഷ് വിറ്റമിൻ ഡിയും നൽകുന്നുണ്ട്. ഇത് ടെസ്റ്റോസ്റ്റിറോണിന് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും സാധാരണ പ്രവർത്തിക്കുന്ന വൃഷണങ്ങൾക്ക് ഇത് അത്യാവശ്യമാണ്. നമ്പർ 6, ഹെൽത്തി ഫാറ്റ്സ്. നിങ്ങളുടെ ഭക്ഷണത്തിൽ ആരോഗ്യകരമായ കൊഴുപ്പുകൾ നിറഞ്ഞ മറ്റു ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തണം. ഉദാഹരണത്തിന് ബീഫ്, അവക്കാഡോ, ഒലീവ് ഓയിൽ, വെളിച്ചെണ്ണ എന്നിവ. വിറ്റമിൻ ഡി പോലുള്ളവയെ ആഗിരണം ചെയ്യാൻ ഇത്തരം കൊഴുപ്പുകൾ സഹായിക്കും. ഈ ഭക്ഷണങ്ങളും ഡയറ്ററി കൊളസ്ട്രോൾ നൽകുന്നുണ്ട്. കൂടാതെ ആ കൊളസ്ട്രോൾ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപാദനത്തിനുള്ള ബിൽഡിംഗ് ബ്ലോക്കുകളായി പ്രവർത്തിക്കുകയും ചെയ്യും. ഈ കൊഴുപ്പുകൾ ശരീരത്തിനുള്ളിലെ ഹോർമോൺ സിഗ്നലിംഗ് നിയന്ത്രിക്കാനും സഹായിക്കും. കൂടാതെ സെൽ മെംബ്രെയിൻ ഇന്റഗ്രിറ്റി നിലനിർത്താനും ഇത് സഹായിക്കും. നമ്പർ 7, ഒനിയൻ. ടെസ്റ്റോസ്റ്റിറോണിന് ഗുണം ചെയ്യുന്ന മറ്റൊരു ഭക്ഷണമാണ് ഉള്ളിയെന്ന് ചില ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. മിക്ക പഠനങ്ങളിലും അസംസ്കൃത ഉള്ളിയോ അല്ലെങ്കിൽ ഉള്ളിസത്തോ ഉൾപ്പെടുന്നുണ്ട്. മൃഗങ്ങളിലും ഗുരുതരമായ ടെസ്റ്റോസ്റ്റിറോൺ അല്ലെങ്കിൽ ബീജത്തിന്റെ ഗുണനിലവാരം കുറവുള്ള ആളുകളിലുമാണ് പഠനം നടത്തിയത്. എന്നാലും ഉള്ളിയിലെ സംയുക്തങ്ങൾ ഈസ്ട്രജൻ മെറ്റബോളിസത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുമെന്ന് പരിമിതമായ ഗവേഷണങ്ങൾ കാണിക്കുന്നു. ഇത് ഈസ്ട്രജനെ ടെസ്റ്റോസ്റ്റിറോൺ അനുപാതത്തെയും ബാധിക്കും. ടെസ്റ്റോസ്റ്റിറോൺ പ്രൈമറി മെയിൽ സെക്സ് ഹോർമോൺ ആണെങ്കിലും ഇത് ഈസ്ട്രജൻ ഉൾപ്പെടെയുള്ള മറ്റു ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥയെ സ്വാധീനിക്കും. മിക്ക കേസുകളിലും ശരീരത്തിലെ ഈസ്ട്രജന്റെ ഉയർന്ന അളവ് ടെസ്റ്റോസ്റ്റിറോൺ അളവ് കുറയ്ക്കുന്നുണ്ട്. അസംസ്കൃത ഉള്ളിയിൽ ക്വെർസെറ്റിൻ എന്നറിയപ്പെടുന്ന ഒരു സംയുക്തം അടങ്ങിയിട്ടുണ്ട്. ഇത് ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾക്ക് പേരുകേട്ട ഫ്ലവനോയിഡ് കോർട്ടിൻ വീക്കം കുറയ്ക്കുമെന്ന് ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഉള്ളിയിൽ ആലിസൺ എന്ന സംയുക്തം അടങ്ങിയിട്ടുണ്ട്. വെളുത്തുള്ളിയെ പോലെ ഉള്ളിയിൽ കാണപ്പെടുന്ന ആലിസോണിന് രക്തചംക്രമണവും ഹൃദയാരോഗ്യവും മെച്ചപ്പെടുത്താനുള്ള കഴിവുണ്ട്. ഇത് മൊത്തത്തിലുള്ള ഹോർമോൺ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നുമുണ്ട്. നമ്പർ 8, ബീറ്റ്റൂട്ട്. ബീറ്റ്റൂട്ട് ഹൃദയത്തിന്റെയും ഹോർമോണിന്റെയും ആരോഗ്യത്തെ പലതരത്തിൽ സ്വാധീനിക്കും. ഒന്നാമതായി നൈട്രേറ്റ് കണ്ടന്റിലൂടെ അത് ഹോർമോൺ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. മാതളനാരങ്ങയ്ക്ക് സമാനമായി ബീറ്റ്റൂട്ട് പോലുള്ള നൈട്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ ശരീരത്തിലെ നൈട്രിക് ഓക്സൈഡിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കും. നൈട്രിക് ഓക്സൈഡ് ആ രക്തക്കുഴലുകൾ വിശ്രമിക്കാനും വിശാലമാക്കാനും സഹായിക്കുകയും മെച്ചപ്പെട്ട രക്തയോട്ടം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഈ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപാദനത്തിന് ഉത്തരവാദികളായ പ്രദേശങ്ങളിലേക്ക് മെച്ചപ്പെട്ട രക്തയോട്ടം ഉറപ്പാക്കുന്നതിലൂടെ ടെസ്റ്റോസ്റ്റിറോൺ അളവ് പ്രയോജനപ്പെടുത്തും. കൂടാതെ മെച്ചപ്പെട്ട രക്തയോട്ടം മൊത്തത്തിലുള്ള ലൈംഗിക പ്രകടനത്തിന് ഗുണം ചെയ്യുമെന്ന് ചില പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. സ്റ്റിറോയിഡ് ഹോർമോണുകളുടെ മെറ്റബോളിസത്തിൽ പങ്കുവഹിക്കുന്നതിലൂടെ ടെസ്റ്റോസ്റ്റിറോൺ നിലയെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ധാതുവായ ബോറോൺ ബീറ്റ്റൂട്ടിൽ അടങ്ങിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു നേട്ടം. ഉദാഹരണത്തിന് ലൈംഗിക ഹോർമോണുകളെ ബന്ധിപ്പിക്കുന്ന ഗ്ലോബുലിൻ പ്രവർത്തനത്തെ തടയുന്നതിലൂടെ ശരീരത്തിനുള്ളിൽ സ്വതന്ത്ര ടെസ്റ്റോസ്റ്റിറോണിന്റെ ലഭ്യത വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. നമ്പർ 9, ലീഫി ഗ്രീൻസ്. ചീര, കാലെ, കൊളാഡ് ഗ്രീൻസ് തുടങ്ങിയ ഇലക്കറികൾ ആരോഗ്യകരമായ ഹോർമോൺ പ്രൊഫൈലിനെ പിന്തുണയ്ക്കുകയും ടെസ്റ്റോസ്റ്റിറോൺ അളവ് ഒന്നിലധികം വിധത്തിൽ സ്വാധീനിക്കുകയും ചെയ്യും. ഒന്നാമതായി അവയിൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. പൊതു ഹോർമോൺ നിയന്ത്രണത്തോടൊപ്പം ടെസ്റ്റോസ്റ്റിറോൺ ഉൽപാദനത്തിന് അത്യന്താപേക്ഷിതമായ ഒരു ധാതുവാണ് മഗ്നീഷ്യം. രണ്ടാമതായി ഫാറ്റി ഫിഷ് പോലെ വിട്ടുമാറാത്ത വീക്കം കുറയ്ക്കാൻ ഇത് സഹായിക്കും. വിട്ടുമാറാത്ത വീക്കം തീർച്ചയായും ഹോർമോൺ ബാലൻസ് തടസ്സപ്പെടുത്തും. കാലെ പോലെയുള്ള ചില ഇലക്കറികളിൽ ഈസ്ട്രജന്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന സംയുക്തങ്ങളും അടങ്ങിയിട്ടുണ്ട്. പരോക്ഷമായി കൂടുതൽ അനുകൂലമായ ടെസ്റ്റോസ്റ്റിറോണും ഈസ്ട്രജൻ അനുപാതവും പ്രോത്സാഹിപ്പിക്കും. ഇലക്കറികളിൽ കാണപ്പെടുന്ന ഫോളേറ്റ് നിങ്ങളുടെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾ ഉൾപ്പെടെ മൊത്തത്തിലുള്ള സെല്ലുലാർ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. ചീര പോലുള്ള ചില ഇലക്കറികളുടെ മറ്റൊരു ഗുണം അവയിൽ ഉയർന്ന അളവിൽ നൈട്രേറ്റ് അടങ്ങിയിട്ടുണ്ട് എന്നതാണ്. ഇത് രക്തചംക്രമണം മെച്ചപ്പെടുത്താൻ വീണ്ടും സഹായിക്കും. ശരീരത്തിലെ അധിക കൊഴുപ്പ് കുറയ്ക്കുന്നതിൽ ഈ പച്ചക്കറികൾ ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നുണ്ട്. ശരീരത്തിലെ കൊഴുപ്പ് കൂടുതൽ ഈസ്ട്രജൻ ഉൽപ്പാദിപ്പിക്കുകയും അത് ടെസ്റ്റോസ്റ്ററോൺ അളവ് കുറയ്ക്കുകയും ചെയ്യും. നമ്പർ 10, എഗ്.
നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട മറ്റൊരു ഭക്ഷണമാണ് മുട്ട. മുട്ടയിൽ ആവശ്യമായ വിറ്റമിനുകളും ധാതുക്കളായ വിറ്റമിൻ ഡി, വിറ്റമിൻ B5, വിറ്റമിൻ B6 എന്നിവയും ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദനത്തിൽ ഉൾപ്പെടുന്ന പൂരിത കൊഴുപ്പുകളും അടങ്ങിയിട്ടുണ്ട്. മസ്തിഷ്ക ആരോഗ്യത്തിന് പ്രധാനമായ ഒരു പോഷകമായ കോളിന്റെ നല്ലൊരു ഉറവിടം കൂടിയാണ് മുട്ട. തലച്ചോറിന്റെ പ്രവർത്തനത്തെ നല്ല രീതിയിൽ സ്വാധീനിച്ച് ഹോർമോൺ ബാലൻസ് പരോക്ഷമായി പിന്തുണയ്ക്കുകയും ചെയ്യും. എല്ലാത്തിനും ഉപരിയായി മുട്ട ലഭ്യമായ ഏറ്റവും ഉയർന്ന ഗുണമേന്മയുള്ള പ്രോട്ടീൻ സ്രോതസ്സുകളിൽ ഒന്നാണ്. മതിയായ പ്രോട്ടീൻ ഉപഭോഗം ഹോർമോൺ സിന്തസിസിനും മറ്റു പല ശാരീരിക പ്രക്രിയകൾക്കും ആവശ്യമായ അമിനോ ആസിഡുകൾ ശരീരത്തിൽ ഉണ്ടെന്ന് ഉറപ്പാക്കും. നമ്പർ 11, ഫ്രൂട്ട്. നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ നിലയ്ക്കായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച കാര്യങ്ങളിലൊന്ന് പ്രോസസ്ഡ് ഷുഗറിന് പകരം കൂടുതൽ പഴങ്ങൾ കഴിക്കുക എന്നതാണ്. കാരണം ഉയർന്ന പഞ്ചസാര കഴിക്കുന്നത് ഇൻസുലിൻ പ്രതിരോധം, ശരീരഭാരം, പൊണ്ണത്തടി എന്നിവയ്ക്ക് കാരണമാകും. ഇവയെല്ലാം ടെസ്റ്റോസ്റ്ററോൺ കുറയുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിന് ശരീരത്തിലെ വീക്കം കുറയ്ക്കാനും ഹോർമോൺ ഫീഡ്ബാക്ക് മെക്കാനിസങ്ങളെ തടസ്സപ്പെടുത്താനും ടെസ്റ്റിക്കുലർ ലാറ്റക്സ് സെൽ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കാനും കുടൽ മൈക്രോബയോമിനെ പ്രതികൂലമായി ബാധിക്കാനും കഴിയും. അതിനാൽ മധുരപലഹാരങ്ങൾ, കേക്ക്, ഐസ്ക്രീം മുതലായവയിൽ നിങ്ങൾ കണ്ടെത്തുന്ന ലളിതമായ പഞ്ചസാരയേക്കാൾ മികച്ചതാണ് ഏതൊരു പഴവും. എന്നാൽ ഇവയിൽ ഏറ്റവും മികച്ചത് ബെറീസ് ആണ്. അവ മികച്ചതാകാനുള്ള ഒരു കാരണം അവയിൽ ആന്റി ഓക്സിഡന്റ്സ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് വിറ്റമിൻ സി, വിറ്റമിൻ ഇ, ഫ്ലെവനോയിഡുകൾ, പോളിഫെനോൾസ് എന്നിവ. ഇവയെല്ലാം വീക്കം കുറയ്ക്കാനും ഓക്സിഡേറ്റീവ് കേടുപാടുകൾ കുറയ്ക്കാനും സഹായിക്കും. കൂടാതെ കുറഞ്ഞ ഗ്ലൈസെമിക് സൂചികയും നാരുകളും കാരണം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഇവ ഫലപ്രദമാണ്. ഉയർന്ന രക്തത്തിലെ പഞ്ചസാരയും ഇൻസുലിൻ പ്രതിരോധവും ടെസ്റ്റോസ്റ്ററോണിന്റെ അളവിനെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്താൻ സഹായിക്കുന്ന ബെറീസിന്റെ കഴിവ് ഇൻസുലിൻ സംബന്ധമായ ഹോർമോൺ തകരാറുകൾ തടയുന്നതിലൂടെ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കും. ബെറീസ് കൊഴുപ്പില്ലാതാക്കാനും ശരീരഭാരം കുറയ്ക്കാനുമുള്ള മികച്ച ഒരു തിരഞ്ഞെടുപ്പാണ്. കാരണം അവയിൽ കലോറി കുറവാണെങ്കിലും ഉയർന്ന ഫൈബർ ഉണ്ട്. ബെറീസ് കഴിക്കുന്നത് കൊഴുപ്പില്ലാതാക്കാൻ സഹായിക്കുമെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ അളവിൽ അധിക ശരീരത്തിലെ കൊഴുപ്പിന്റെ പ്രതികൂല ഫലങ്ങൾ തടയാനും ഇവയ്ക്ക് കഴിയും. നമ്പർ 12, കൊക്കോ പൗഡർ. അവസാനത്തേത് കൊക്കോ പൗഡറാണ്. ടെസ്റ്റോസ്റ്ററോൺ അളവ് പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ ഇത് മികച്ചതാണ്. അവയിൽ മഗ്നീഷ്യവും ഫ്ലേവനോയിഡ് ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട്. ഉള്ളി പോലെ കൊക്കോയിൽ ക്വെർസെറ്റിനും അപ്പോജനിൻ എന്നറിയപ്പെടുന്ന മറ്റൊരു ഫ്ലേവനോയിഡും അടങ്ങിയിട്ടുണ്ട്. ഇത് ഐസിസ് കോശങ്ങളിലൂടെ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും നിങ്ങൾ കൊക്കോ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കുറഞ്ഞ പഞ്ചസാര ഉള്ളവ തിരഞ്ഞെടുക്കണം. കൊക്കോ പൗഡർ, കൊക്കോ നിബ്സ്, ലോ ഷുഗർ ഡാർക്ക് ചോക്ലേറ്റ് എന്നിവയെല്ലാം ടെസ്റ്റോസ്റ്ററോൺ ഗുണങ്ങൾക്കും നിങ്ങളുടെ ശരീരത്തിന് നൽകുന്ന മറ്റ് പോഷകങ്ങൾക്കും ആന്റി ഓക്സിഡന്റുകൾക്കും മികച്ച ഒരു ഓപ്ഷനാണ്. ടെസ്റ്റോസ്റ്ററോൺ വർദ്ധിപ്പിക്കുന്ന 12 മികച്ച ഭക്ഷണങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. എന്നാൽ നിങ്ങൾ പലചരക്ക് കടയിലേക്ക് പോകുന്നതിന് മുമ്പ് ഉയർന്ന ടെസ്റ്റോസ്റ്ററോൺ അളവ് ലഭിക്കുന്നതിന് നിങ്ങൾ മറ്റു കാര്യങ്ങളും ശരിയായി ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന് നിങ്ങൾ പോമോഗ്രനേറ്റ്സ്, സാൽമൺ, ഓണിയൻസ് എന്നിവ നിങ്ങളുടെ ഭക്ഷണത്തിൽ ചേർക്കുക. നിങ്ങളിപ്പോഴും ലഞ്ചബിൾസ്, ഓറിയോസ്, മൈക്രോവേവബിൾ മീൽസ് തുടങ്ങിയ സംസ്കരിച്ച ഭക്ഷണങ്ങളാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ അളവ് മെച്ചപ്പെടാൻ പോകുന്നില്ല. അവ കൂടുതൽ വഷളായേക്കാം. ഈ വീഡിയോയിൽ ഞാൻ ശുപാർശ ചെയ്തിരിക്കുന്ന ആരോഗ്യമുള്ളവയ്ക്ക് അനാരോഗ്യകരമായ സംസ്കരിച്ച ഉയർന്ന പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. കൂടാതെ നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ അളവ് മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങളും ചെയ്യുക. അതായത് ഭാരം കുറയ്ക്കുക, പൊതുവായി വ്യായാമം ചെയ്യുക. കൂടാതെ മതിയായ ഉറക്കം ലഭിക്കുന്നത് ഉയർന്ന ടെസ്റ്റോസ്റ്ററോൺ അളവ് നിലനിർത്തുന്നതിന് നിർണായകമാണ്. അതോടൊപ്പം മദ്യം കഴിക്കുന്നവർ മിതമായ അളവിൽ മാത്രം കഴിക്കുക. ടെസ്റ്റോസ്റ്ററോൺ അളവ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒന്നാമത്തെ മാർഗം ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കുകയും മെലിയുകയുമാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്ക് ഗുഡ് ബൈ.